നമസ്കാരം. നമസ്കാരം. ബിസി? A leading criminal lawyer will be always busy, Mr. Chandradas. ഇത്രയേറെ ക്രിമിനൽസ് ഉള്ള നാട്ടിൽ ബിസി ആകാതെ വയ്യല്ലോ. ഇരിക്കും. കാര്യങ്ങൾ അറിഞ്ഞിടത്തോളം ശരിക്കൊന്നിരിക്കാനുള്ള വകുപ്പുണ്ട്. നീതി ദേവതയെ കാത്തു രക്ഷിക്കണേ. നമസ്കാരം. മന്ത്രി ഇവിടെ ഉണ്ടോ? വേറെ പണിയൊന്നുമില്ലേ? കസേര കൈ കിട്ടിയതുകൊണ്ട് ഒപ്പിക്കാവുന്ന പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് അല്ലേ? സന്തോഷം. ഐ എം വെരി ഹാപ്പി. അപ്പോ വിഷയം ബലാത്സംഗം. ഒരു അട്രാക്ഷൻ ഉണ്ട്, ബട്ട് ചീപ്പായി പോയി. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പീസിലായിരുന്നു വർക്ക് നടത്തിയിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിനിമാ നടിയോ ഒരു വനിതാ MLA-യോ കളക്ടറോ ജഡ്ജിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ബാലൻസ് ചെയ്തേനെ. ഇത് വെറും ഒരു കൊട്ട് കേസായിട്ട് തന്നെ ബാലൻസ് തെറ്റിയിരിക്കുക. ഇരിക്കപ്പുറതില്ല. ഇവര് രണ്ടുപേരും നിർബന്ധിച്ചു, ഞാനൊന്ന് സഹകരിച്ചു. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം സ്വാമി. എത്ര ചീപ്പാണെങ്കിലും ഞാനൊരു മന്ത്രിയല്ലേ. അങ്ങനെ ഒറ്റക്ക് ഒരാൾ മാത്രം ഒഴിവാകണ്ട. ഒന്ന് വെച്ച് പിടിച്ചില്ലെങ്കിൽ 6 ഒഴിവാകുന്ന ലക്ഷണമില്ല. അപ്പുറത്ത് തേക്കിൻകാട് കൃഷ്ണപ്രസാദാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. വേറെ 6 ആയിരുന്നാലും പുഷ്പം പോലെ ഗണേശയ്യർ കൈകാര്യം ചെയ്തേനെ. കാശ് എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എറിയാം. വേണ്ടി വരും. തന്ത്രകുതന്ത്രാദികൾ ഏറെ വേണ്ടി വരും. അതിനനുസരിച്ച് ചിക്കിലിക്ക് ചെലവും. അതൊരു പ്രശ്നമല്ല. ബൈ ദി ബൈ, ഫാദറിനുള്ള ലീഡർ ഡൽഹിയിലാ. കേന്ദ്രം അങ്ങേരുടെ പോക്കറ്റിലാണല്ലോ ഇപ്പോ. ആട്ടെ, പുള്ളിക്കാരന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടിയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നേരത്തെ തന്നെ എന്റെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്കുണ്ട്. ഞാൻ ബന്ധുക്കളെ സഹായിക്കാൻ അഴിമതി കാട്ടുന്നു. പുള്ളിക്കാരൻ പിന്നെ അതൊന്നും ചെയ്യാറില്ലല്ലോ. കളങ്കമില്ലാത്ത കൈയല്ലേ. അതൊക്കെ നിങ്ങളുടെ തൊഴുത്തിൽ കുത്തും കാര്യങ്ങളും. കം ടു ദ പോയിന്റ്. പ്രസ്തുത പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഐ മീൻ, കോടതിയിൽ മൊഴി കൊടുക്കാൻ അവൾ വരുമോ? പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുന്നൊന്നും തോന്നില്ല. ബോധം തെളിഞ്ഞപ്പോ അതിനൊരുമാതിരി ഭ്രാന്ത് പോലെയാ ബാന്ന് കിടക്കുക. വെരി ഗുഡ്. അപ്പൊ ഈ കേസ് തീരുന്നത് വരെ അതങ്ങനെ തന്നെ ബാന്ന് കിടക്കണം. എന്ന് വെച്ചാൽ ഈ 1/4 ഡസൻ കാബാലികർ ഒരു മഴയുള്ള രാത്രിയിൽ എന്നെ കടിച്ചു കീറി മാനഭംഗപ്പെടുത്തി എന്ന് ബഹുമാനപ്പെട്ട കോടതി സമക്ഷം മൊഴിയരുത്. മനസ്സിലായോ? മനസ്സിലായി. സാക്ഷികളായി ആരെങ്കിലും? ആ പെണ്ണിന്റെ ഒരു അനിയൻ പയ്യനുണ്ട്. ഹെറോൺ ബ്രദർ? അതെ. പ്രായം 8-10 വയസ്സ് കാണും. മൈനർ, പറവല്ലേ? കുട്ടികൾക്ക് മുട്ടായി. എനി അതർ വിറ്റ്നസ്? പിന്നെയുള്ളത് ഡ്രൈവറും വാച്ച്മാനുമാ. അവര് നമ്മുടെ കക്ഷികളാ. ഓക്കെ. വിറ്റ്നസ് മൈനർ. വിക്ടിം ആശുപത്രിയിൽ ബേർന്ന് കിടക്കണു. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണ്ട. രോഗിയെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഇതാര് പ്രിസ്ക്രൈബ് ചെയ്താണ് ഈ പെത്തറിൻ? ഡോക്ടർ ഗോപകുമാർ. വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ്? ആര് പ്രിസ്ക്രൈബ് ചെയ്താലും ഇതിപ്പോ കൊടുക്കണ്ട. അല്ല, ഡോക്ടർ പറഞ്ഞ പിന്നെ അയാളുടെ ഒരു സൈക്കോട്രിക് ട്രീറ്റ്മെന്റ് ഞാൻ ഇന്നലെ മുതൽ വാച്ച് ചെയ്യുന്നതാ. ഓവർഡോസ് കൊടുത്ത് ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹിസ് മോട്ടിവേഷൻ. നിങ്ങൾ പോണം. ഒന്നുമില്ല, വിഷമിക്കണ്ട. ഹലോ, ഞാൻ ഡോക്ടർ ഫിലിപ്പ്. ആ പേഷ്യന്റ് ഇല്ലേ, അമ്മുക്കുട്ടി, അതിന് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. എന്തു പറ്റി? അവരുടെ ഇൻഫ്ലുവൻസ് ആകും. അതിനാവശ്യമില്ലാതെ പെത്തഡിനും മയക്കുമരുന്ന് കൊടുക്കുക. ഇനി ഇത് ഇവിടെ കിടന്നാൽ ചിലപ്പോ തനിക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റാതാവും. പ്രേമമൊരുമിനീരായി കാണുവോർ, കായിൻ പേരിൽ പൂമതിക്കുവോർ, ഒന്നും പുണ്യമായി എണ്ണിയിടാത്തോർ, പങ്കിടാൻ എല്ലാം എല്ലാവരെയും തൊഴിലെങ്കിൽ ഒരു മിനിറ്റ്. എന്താന്ന് ചോദിച്ചാ വിളിച്ചു പറയാമോ? ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാനാണ്. ബലാത്സംഗത്തിന്റെ ആരാണെങ്കിൽ ഒച്ചത്തി പറ. പറയുന്നേ അഡ്രസ് തരാം, അങ്ങ് വീട്ടിൽ വന്നാൽ മതി. വിശദമായിട്ട് പറഞ്ഞുതരാം. ടീച്ചർ കൂടെ വീട്ടിൽ വരുന്നില്ലേ? ആവല്ലേ, ഈ പ്രായവും ഇതുപോലെ കുറെ ക്ലാസ് മുറിയും കടന്നാ ഇവിടെ എത്തിയേ. മറ്റോ ഒന്ന് വരാൻ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. കോളേജാണിത്. ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഇവിടെ വന്നിച്ചാ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. നിങ്ങൾ എന്താ മനുഷ്യരാരും കടിച്ചിനാ വരുന്ന പോലെ? ആ കുട്ടി അവിടെ ഡിസ്ചാർജ് ചെയ്യണമെന്ന്. ഡിസ്ചാർജ് ചെയ്യാൻ വെള്ളം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയാൻ വേണ്ടി എവിടെ കയറി വന്നിരിക്കുന്നേ? നിങ്ങളൊന്ന് പോണം. ടീച്ചറെ, ഞാനൊന്ന് പറഞ്ഞോണ്ടെന്ന്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മനുഷ്യനെ നാണം കെടുത്താൻ. പിന്നെ നിങ്ങളും കൂടെ വരുമെന്ന് കരുതി ഞാൻ ഓട്ടോ വിളിച്ചാ വന്നത്. ഇന്ദുലേ ടീച്ചറിന്റെ പേര് പറഞ്ഞാൽ പോയല്ല, കാശ് കൊടുക്കണം.
50 ചേഞ്ച് ഇല്ല. കണ്ണി കണ്ട അലവരാതികളൊന്ന് പറയുമ്പോ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഇരിക്കുകയല്ല ഞാനിവിടെ. കണ്ണി കണ്ടവരല്ല, ഈ നിൽക്കുന്ന ആ കുട്ടിയുടെ തന്തയാ. അതിനെ ജീവനോടെ കിട്ടേണ്ടത് ഈ മനുഷ്യന്റെ ആവശ്യമാണ്. ഇപ്പൊ എന്റെ ഇയാളുടെ വർത്തമാനം കേട്ട് അസുഖം മാറാത്ത ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? സാറ് ക്ഷമിക്കണം. വക്കീൽ സാറ് പറയുന്നതിനപ്പുറമായി എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല. സോറി, ഇതൊരു സർക്കാർ ആശുപത്രിയാണ്. ഇവിടെ നിന്നൊരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിന് ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓഹോ, തീരുമാനമാണോ? ആ, ചേട്ടനൊന്ന് പുറത്തേക്കുന്നേ, ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. അപ്പൊ താൻ ഡിസ്ചാർജ് ചെയ്യലല്ലേ? മിസ്റ്റർ, താനെന്താ ഗുണ്ടായുസം കാണിക്കാൻ വന്നിരിക്കുക അവിടെ? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഒലത്തും കേട്ടും ഞാൻ പള്ളയ്ക്കും. കോടതിയും കേസും എന്നെ ശിക്ഷിക്കുന്നതൊക്കെ പിന്നെ. ചാവേണ്ടത് ആദ്യം നീ ചാവും. എഴുതണം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ആ കുട്ടിക്ക് ഞങ്ങൾ ഗോരോധനം കലക്കി കൊടുത്തോളാം. അവന്റെ മറ്റേടത്തെ ഒരു മനോരോഗ ചികിത്സ. നീയൊക്കെ കൊമ്പും കോലും എടുത്ത് ഡോക്ടറായി ജനസേവനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ എടുക്കാറുണ്ട്, ഓർമ്മയുണ്ടോ? I will not permit consideration of religion, nationality, race, party, politics or social status to intervene between my duty and my patient. The health of my patient will be my first consideration. Police certificate. മിണ്ടാതിരിക്കണ്ടോ? ഭൂതങ്ങളുടെ വരവാ. കണ്ണിൽ തീയുണ്ട്, കാലിൽ തലയുണ്ട്, മുടികുട്ടി പാടിയാ വരുന്നത്. കണ്ണു കുത്തി പറിച്ചു വിളക്കൂതാൻ. നീ അയാളെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വക്കീലല്ല എന്നോട് പറഞ്ഞു. അമ്മുക്കുട്ടിയെ ഹോസ്പിറ്റലിലിട്ട് മരുന്ന് കുത്തിവെച്ച് കൊല്ലുമായിരുന്നു അത്രേ അവരുടെ ഉദ്ദേശം. അറിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്. എന്തൊക്കെയായാലും കോളേജിൽ കയറി വരുന്നതിന് ഒരു മര്യാദയില്ലേ? ഓ, വക്കീൽ സാർ ഇങ്ങോട്ട് പോന്നോ? ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ടാ വരണത്. ആളയച്ച് കാണാതായപ്പോ തിരക്കി ഇറങ്ങിയതാ. കോയമ്പത്തൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. കുറെ തമിഴന്മാരാ. അകത്തോട്ടിരിക്കാം. വേണ്ട, നാളെ കേസിന്റെ വാദം തുടങ്ങിയല്ലേ, ഒന്നുകൂടി കണ്ട് ഉറപ്പിക്കാന്ന് വെച്ചിറങ്ങിയതാ. ഒരു പ്രധാന സാക്ഷി ശിവരാമേട്ടനാണ്. ഓ, എന്തൊരു അക്രമമാണ് അവർ കാണിച്ചത്. എന്നെ കൊന്നാലും ശരി, കോടതിയിൽ ശിവരാമൻ സത്യം പറയൂ. എനിക്കുണ്ട് പെൺകുട്ടികള്. നാളെ നമുക്കും ഈ സ്ഥിതി വരാല്ലോ. അന്ന് ടാക്സിയുമായിട്ട് ശിവരാമേട്ടൻ ഇല്ലിക്കാട്ടുമനയിൽ ചെന്നപ്പോ അമ്മുക്കുട്ടി തല കറങ്ങി കോണിപ്പടിയെന്ന് താഴെ വീണു എന്നല്ലേ ഗംഗാധരൻ പറഞ്ഞത്? അതെ എനിക്കറിയൂ. സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടികളെ പുഴയെടുത്തോണ്ട് ഇറക്കി വിടുമായിരുന്നു. ഈ കാര്യങ്ങൾ ഇതുപോലെ കോടതി പറഞ്ഞാൽ മതി. ഓ, പറയാം. മന്ത്രിയും കൂട്ടരും ചേട്ടൻ ചെല്ലുമ്പോഴേക്കും അവിടുന്ന് പോയിരുന്നില്ലല്ലേ? പോയിരുന്നു. എന്തേ, അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണോ? ഞാൻ പറയാം. ഏയ്, നമുക്ക് സത്യത്തിന്റെ വഴി മതി. മണിക്കുട്ടനെ വിസ്തരിക്കുമ്പോ അവരവിടെ ഉണ്ടായിരുന്നു അവൻ പറയുമല്ലോ. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഇറങ്ങട്ടെ. അപ്പൊ നാളെ കോടതിയിൽ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീതി ദേവതയെ കാത്തു രക്ഷിക്കണേ. ആ ദിലീപ് അല്ല, സേതു. ആ സേതു, കാശ് കൊടു. ആ, അപ്പോ നമ്മൾ ഇന്ന് യുദ്ധം തുടങ്ങാണ്. ഒന്നും പേടിക്കാനില്ല, ഒക്കെ ശരിയാവും. SC 15/93 പ്രതികൾ A1 ചന്ദ്രദാസ്, 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 ചന്ദ്രദാസ്. A2 ഹരിശ്ചന്ദ്ര നാടാർ. Your Honor, all accused present except A2 Mr. Harishchandra Nadar, who is exempted from appearance. യെസ്.
ഗായത്രി വിജയൻ 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 വിജയൻ. എ ഫോർ ഗംഗാധരൻ 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 ഗംഗാധരൻ. യുവർ ഓണർ, ഐ ആം അപ്പോയിന്റഡ് ആസ് ദി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻ ദിസ് കേസ്. ഈ കേസിലെ പ്രധാന സാക്ഷിയായ മണിക്കുട്ടനെ വിസ്തരിക്കുന്ന ദിവസം പ്രതികളെ തിരിച്ചറിയാൻ വേണ്ടി ഇന്ന് ഹാജരില്ലാത്ത രണ്ടാം പ്രതി ശ്രീ ഹരിചന്ദ്ര നാടാർ കൂടി കോടതിയിൽ ഹാജരാകാൻ ഉത്തരവുണ്ടാകണം. യെസ്. ഈ കേസിന് ആസ്പദമായ സംഭവം നടന്ന ദിവസം രാത്രിയിൽ അമ്മുക്കുട്ടിയെയും സഹോദരനെയും പരുത്തിപ്രക്കടവത്ത് കാറിൽ കൊണ്ടിറക്കിയ ഡ്രൈവർ ശിവരാമനെയാണ് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി ആദ്യം വിസ്തരിക്കുന്നത്. യു മേ പ്രൊസീഡ്. കുറ്റിപ്പുറത്ത് കാവുങ്ങൽ നാരായണൻ മകൻ ശിവരാമൻ 51 വയസ്സ്. ശിവരാമൻ ശിവരാമൻ ശിവരാമൻ. കോടതി മുമ്പാകെ ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചോളാം. എന്താ പേര്? ശിവരാമൻ. ജോലി? ടാക്സി ഡ്രൈവർ. എത്ര വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 10-20 കൊല്ലമായി. സ്വന്തം വണ്ടിയാണോ? അതെ. സാധാരണയായി ശിവരാമൻ ടാക്സി സ്റ്റാൻഡിലാണോ വണ്ടി ഇടുന്നത്? അതെ. രാത്രിയിലോ? ഒരു 9 മണി വരെ കാണും. ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പോകും. ഈ കേസിന് ആസ്പദമായ സംഭവം നടന്ന ദിവസം മിസ്റ്റർ ശിവരാമൻ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു? നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. എറണാകുളത്തേക്ക് ഒരു ട്രിപ്പ് പോയിട്ട് രാത്രിയാ വന്നത്. അപ്പൊ എത്ര മണിയെ കാണും? ഓർക്കുന്നില്ല. അപ്പോഴായിരുന്നു ഗംഗാധരൻ ബെസ്റ്റ് ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തിട്ട് മിസ്റ്റർ ശിവരാമനോട് ഇല്ലിക്കാട് മനയിലേക്ക് വരാൻ പറഞ്ഞത്? ഗംഗാധരനോ? അന്നാരും ഫോൺ ചെയ്തില്ലല്ലോ. ശിവരാമൻ മറന്നുപോയതായിരിക്കും. ഒന്ന് ഓർത്തു നോക്കി. ഇല്ല, എനിക്ക് ഓർമ്മപ്പിച്ചതൊന്നുമില്ല. ഗംഗാധരൻ ഫോൺ ചെയ്തിട്ടല്ലേ നിങ്ങൾ ടാക്സിയുമായിട്ട് ഇല്ലിക്കാട്ട് മനയിൽ ചെന്നത്? ഇല്ലിക്കാട്ട് മനയിലോ? ഞാനോ? അങ്ങനെ ഒരു മനയിലും ഞാൻ പോയിട്ടില്ല. അവിടുന്നല്ലേ ശിവരാമൻ അമ്മുക്കുട്ടിയെയും മണിക്കുട്ടനെയും കാറിൽ കയറ്റിക്കൊണ്ട് പോയത്? ഓ അതോ. അന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ശരിയാ. ഒരു തിരക്കി വിടുകയും ചെയ്തു. അത് ഇല്ലിക്കാട്ട് മനയിൽ നിന്നായിരുന്നില്ലേ? അല്ല, ഞാൻ റോഡിൽ നിന്നാ കുട്ടികളെ കയറ്റിയത്. രാത്രി ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴി കുന്നത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ച് ആ കുട്ടി കൈ കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി. റോഡ് സൈഡിൽ മൂത്തവണ്ണം അമ്മുക്കുട്ടി കിടപ്പുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആ ചെക്കനൊന്നും മിണ്ടിയില്ല. പരുത്തിപ്രക്കടവത്ത് കൊണ്ട് ഇറക്കി കൊടുക്കുമോന്ന് ചോദിച്ചു. കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി കയറ്റി കടവത്ത് കൊണ്ട് ഇറക്കി കൊടുത്തു. മറ്റൊന്നും എനിക്കറിയത്തില്ല. അക്കരെ രാമൻകുട്ടിമാരായുടെ പുരയിലും സ്വന്തം ബന്ധത്തിൽപ്പെട്ട എല്ലായിടത്തും പോയി. അവിടെ ഒന്നും മണിക്കൂട്ടം ചെന്നിട്ടില്ല. അല്ല, കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ എങ്ങാനും? സ്കൂളിൽ കുട്ടികളായിട്ട് തല്ലുണ്ടാക്കിയത്രേ. പിന്നെ അവരാരും കണ്ടിട്ടില്ലാന്ന്. ഇന്നോ നാളേന്ന് വെച്ച് നിൽക്കാ ഞാൻ. എന്റെ കാലശേഷം 2 പെൺകുട്ടികൾക്ക് ആളുള്ളൊരു തുണയാണ് എന്റെ കുട്ടി. അതുകൂടെ കൈവിട്ട് പോയാ പോവില്ല, എവിടെയും പോവില്ല. മണിക്കൂട്ടം വരും. സമാധാനിക്ക. വല്ല വിവരവും? തിരയാവുന്നിടത്തൊക്കെ തിരഞ്ഞു. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. മാഷെന്ന് വന്നേ. സ്കൂളിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് മണിക്കുട്ടൻ ഒളിച്ചോടിപ്പോയതാണെന്ന് കരുതുന്നുണ്ടോ? കേസിൽ അവർക്കെതിരായിട്ടുള്ള ഒരേ ഒരു വിറ്റ്നസ് ആണവൻ. മൊഴി കൊടുക്കാൻ അവൻ കോടതിയിൽ എത്തരുതെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടാവും. എൻ്റെ ഒരു സംശയമാണ്. പക്ഷേ അത് തന്നെയാവും സംഭവിച്ചിരിക്കുക എന്ന് തോന്നുന്നു. വക്കീല് പറഞ്ഞുകൊണ്ട് വരുന്നത് മണിക്കുട്ടനെ അവരെ കിഡ്നാപ്പ് ചെയ്തായിക്കൂടെ? തൽക്കാലം ആരാരും അറിയണ്ട. നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിക്കാം. சுப்பு வெள்ளடி சத்தம் காதுல விழியாடா? ஆமா. அப்ப என்ன பண்ணணும்? போய் பார்க்கணும். போய் பாருடா. ஐயா, நம்ம எதிர்கட்சி வந்திருக்காங்க. നമസ്കാരം. അത്ഭുതമായിരിക്കുന്നല്ലോ വക്കീൽ എന്റെ വീട്ടിലേക്ക്. ഒഫീഷ്യൽ ഒരു അൺഒഫീഷ്യൽ അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. വല്ലപ്പോഴും ഒരു അൺഒഫീഷ്യൽ വിസിറ്റ് വേണം. അവർ വരും. മിസ്റ്റർ കൃഷ്ണപ്രസാദ്, ആരൊക്കെയോ വെട്ടുന്നു, കുത്തുന്നു, കക്കുന്നു, കൊല്ലുന്നു. നമ്മൾ കള്ളന്മാരെ കള്ളന്മാർ അല്ലാതാക്കുന്നു, കൊലപാതകികളെ നിരപരാധികളാക്കുന്നു, നിരപരാധികളെ കൊലപാതകികളാക്കുന്നു.
അത് നമ്മളുടെ തൊഴിൽ പ്രൊഫഷൻ. പക്ഷെ കോടതിക്ക് വെളിയിൽ വന്നാൽ നമ്മൾ ഒന്നാണ്. വൈദ്യുതി വക്കീലിന് കുടിക്കാൻ വക്കീൽ കുടിക്കുന്ന പാനീയം ഇവിടെ. ഡേ സുബു, പക്കത്ത് വൈൻ ഷാപ്പിൽ പോയി ഒരു ബാട്ടിൽ ബ്രാൻഡ് വാങ്ങിട്ടൂടാ? വേണ്ട, ഇവിടം വരെ വരാനുള്ള സാധനം അകത്താക്കിയിട്ടുണ്ട്. കയ്യിൽ പൂത്ത കാശും ചെമ്പ്രത്തൂർ ഗണേശ അയ്യർ BA ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം, കോടികളുടെ അഴിമതി നടത്താം, ബലാത്സംഗം ചെയ്യാം. സമർത്ഥൻ, അതിസമർത്ഥൻ, മാസ്റ്റർ ബ്രെയിൻ ഓഫ് ദി ആന്റി സോഷ്യൽസ്. അത്രയ്ക്കൊന്നുമില്ല, നാട്ടുകാർ പറയുന്നു. പിന്നെ മിസ്റ്റർ കൃഷ്ണപ്രസാദിനും ആ അഭിപ്രായമാണെങ്കിൽ ഐ കൺസിഡർ ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. നാറി പാട്ടേ, ആ കുട്ടി എവിടാ? ഏത് കുട്ടി? അറിഞ്ഞൂടാ അല്ലേ? നാളെ എനിക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ള സാക്ഷി ആ കുട്ടി. ഓ, ആ കുട്ടിയോ? അവൻ സ്കൂളിൽ നിന്നും അടി ഉണ്ടാക്കി ഒളിച്ചോടി പോയതല്ലേ? അല്ല, നിന്റെ ആൾക്കാർ മാറ്റിയതാ. നിന്റെ ഈ തലച്ചോറ് എവിടെ അവൻ? പറ. അപ്പൊ വിസിറ്റ് ഒഫീഷ്യൽ ആണല്ലേ? വക്കീൽ തന്നല്ലേ പറഞ്ഞത് കൈ നിറയെ കാശും ഗണേശ് അയ്യറും ഉണ്ടെങ്കിൽ കൊല ചെയ്യാം, അഴിമതി നടത്താം, ബലാത്സംഗം ചെയ്യാമെന്നൊക്കെ. അത് തന്നെ കാര്യം. കുട്ടി എന്റെ കക്ഷികൾ ചെയ്യേണ്ടത് ചെയ്ത് കാണും. എടാ എരപ്പേ, ഞാനും നീ ഒരേ പുസ്തകത്തിൽ നിന്നാണ് നിയമം പഠിച്ചത്. ഒരേ നിറമുള്ള കോട്ടിട്ടാ നടക്കുന്നത്. കളിക്ക്, കോടതിക്ക് അകത്ത് കളിച്ച് ജയിക്കും. പുറത്ത് കളിച്ചാലുണ്ടല്ലോ അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. കളിക്ക്, കളിച്ച് നീയും ജയിക്കും. നമുക്ക് കാണാവിടെ. വാക്കല വിളിക്കുന്നു. സമയം എന്തായി? 4 മണി. വരുന്നുണ്ടോ? ഞാൻ പോവാ. ഇത്രയും നേരം നിന്നിട്ട് കാണാതെ പോകുന്ന എങ്ങനെയാ? കാത്തിരിക്കേണ്ട അതിലല്ലേ? ഓപ്പിലെ ഒരു കേന്ദ്രമന്ത്രി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, കേന്ദ്രമായാലും സംസ്ഥാനമായാലും മന്ത്രി തന്നെയാണ്. നിങ്ങൾ സൗകര്യം പോലെ കണ്ടിട്ട് വാ, ഞാൻ പോകുന്നു. അല്ല, വക്കീല് പോയാൽ എങ്ങനെയാ? വക്കീലിന്റെ കെയർ ഓഫിലല്ലേ നമ്മൾ വന്നു തന്നെ. ഞാനാ മിനിസ്റ്റർ വിളിക്കുന്നു. നീയായിരുന്നോ? അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഏതോ ഒരു കൃഷ്ണപ്രസാദ് ആണ്. ഇരിക്കെ. ഏതോ ഒരു കൃഷ്ണപ്രസാദ് അല്ല, ലോ കോളേജിലും 3 കൊല്ലം ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൃഷ്ണപ്രസാദ് ആണെന്ന് ദൂതനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. തിരക്കിനിടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇഷ്ടാ, ഇന്ദുലേഖയല്ലേ? എനിക്കറിയാം, നമ്മൾ എവിടെയോ വെച്ച് പരിചയപ്പെട്ടുണ്ടല്ലോ. സാഹിത്യ അക്കാദമിയുടെ വാർഷികത്തിന് സാറ് പ്രസംഗിക്കാൻ വന്നിരുന്നു. ആ അതെ, ഒരു ബീഡിങ് തന്നെ. എങ്ങനെയുണ്ടോ വീശലൊക്കെ? ലിവറൊക്കെ ഉണ്ടോ? ഈ കണ്ട കള്ളൊക്കെ കുടിച്ചിട്ടും നിനക്ക് യാതൊരു മാറ്റവും ഇല്ല. നിനക്ക് ആവശ്യത്തിനുള്ള മാറ്റമൊക്കെ ഉണ്ട്. അത് പുറത്ത് കുറച്ചു നേരം കാത്തു നിന്നപ്പോഴേ മനസ്സിലായി. എന്റെ ഗ്രൂപ്പ് ഇപ്പോ CM-ന്റെ ഗ്രൂപ്പുമായി അനുരഞ്ജനത്തിലായോണ്ട് ബാക്കി ഗ്രൂപ്പ് വഴക്ക് തീർക്കലും അണികൾ ഒന്നിപ്പിക്കലുമായിട്ട് കേരളത്തിൽ വന്ന ഇരിക്കപ്പുറത്തില്ല. ഇഷ്ട അല്ല, എന്താണോ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം? നിനക്കറിയായിരിക്കും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ആ കേസ്. ആ, ഇപ്പഴാ ഓർത്തത്. നിന്നൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. CM എന്നോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരനല്ലേ, നിന്നൊന്ന് വിളിച്ച് ഉപദേശിക്കാൻ. നിന്റെ പെങ്ങളോ അമ്മാവന്റെ മകളോ ഒന്നുമല്ലല്ലോ ആ പെണ്ണ്. പിന്നെ നിനക്കെന്താ ഈ കേസിൽ ഇത്ര വലിയ താല്പര്യം? ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. കൂടെ പഠിച്ച കൂട്ടുകാരൻ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കേന്ദ്രമന്ത്രിയാണ്, സഹായിക്കുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോ എല്ലാ മന്ത്രിക്കുപ്പായങ്ങൾക്കും ഒറ്റ നിറമാണെന്ന് ഓർക്കാൻ മറന്നുപോയി. ഓർമ്മിപ്പിച്ചതിന് സതീർത്ഥനോട് നന്ദിയുണ്ട്. അപ്പോഴേക്കും പുറത്ത് ചാടി അവന്റെ ഒരു ഈഗോ കോംപ്ലക്സ്. പണ്ട് ഇവ എങ്ങനെ തന്നെയായിരുന്നു. അതേടാ, പണ്ട് ഞാനിങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നീ ഇതായിരുന്നില്ല. ആദർശധീരനായ വിദ്യാർത്ഥി നേതാവ്, ദാസ് ക്യാപിറ്റൽ കലക്കി കുടിച്ച വിപ്ലവകാരി, ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടി ആദർശവും വിപ്ലവവും പണയം വെച്ചപ്പോ അന്ന് നീ എന്റെ കയ്യാളെ ചൂടി ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ വേണമെങ്കിൽ നീ ഇപ്പോൾ എന്നെ തല്ലും. അതേടാ, തല്ലും. എന്താ കാണണോ? വക്കീലെ, എന്താ ഇത്? വഴക്കുണ്ടാക്കാനല്ലല്ലോ നമ്മൾ വന്നത്. ടീച്ചറൊന്നും മിണ്ടായിരിക്കും. എന്നെ കാണാൻ പറയാൻ ഇന്ദുലേക്ക് ഈ പെറുക്കിയുടെ കെയർ ഓഫ് വേണമായിരുന്നു. നിന്റെ തന്ത കൃഷ്ണപ്രസാദ് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഓ ഇല്ല, ഞങ്ങൾ പോയി തിന്നും. എനിക്ക് അല്പം തിരക്കുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇവനോട് ഇനി എന്ത് കോപ്പ് പറയാനാ? ടീച്ചർ വാ. വക്കീല് ചെല്ല്, ഞാൻ മിനിസ്റ്ററോടൊന്ന് സംസാരിക്കട്ടെ. ഇത്രയൊക്കെ സംസാരിച്ചിട്ട് അവനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചർക്കും എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്കാ. പരിസരം മറന്ന് പെരുമാറുന്നത് നിങ്ങളാ. എന്ത് നാശാക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾ അതാ ചെയ്യുന്നത്. ടീച്ചറെ ഒന്നും പറയണ്ട, ദയവ് ചെയ്തൊന്ന് പുറത്തേക്കോ. ഓ, ഞാൻ പോണോ അല്ലേ?